മുല്ല നസ്രുദ്ദീൻ ഹോജ ഒരിക്കൽ ജനങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വിശ്വാസമായിരുന്നു അന്നത്തെ പ്രഭാഷണ വിഷയം. ഹോജ വിശ്വാസത്തെക്കുറിച്ചിങ്ങനെ ഘോരമായി പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇവിടെ എന്തും സംഭവിക്കും. വിശ്വാസമാണ് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം. വിശ്വാസം ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഇതെല്ലാം കേട്ട ഒരാൾ സദസ്സിൽ നിന്നും എഴുന്നേറ്റ് കൈയുയർത്തി ചോദിച്ചു, ഹോജ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ കാണുന്ന മലയെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. വിശ്വാസമുണ്ടെങ്കിൽ എന്തും സംഭവിക്കുമെന്നല്ലേ താങ്കൾ പറഞ്ഞത്? ഹോജ കൈകളുയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നാഥ, ആ മലയെ എൻ്റെ അരികിലേക്ക് കൊണ്ടുവരണേ. മല ഇളകിയില്ല. ആളുകൾ ആകാംക്ഷയോടെ മലയിലേക്ക് നോക്കി നിന്നു. ഹോജ വീണ്ടും കൈയുയർത്തി പ്രാർത്ഥിച്ചു. അപ്പോഴും മല ഇളകിയില്ല. മൂന്നാമതും ഹോജ മലയിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ഇങ്ങോട്ടേക്ക് വരൂ. മല അനങ്ങിയില്ല. ഹോജയുടെ അനുകൂലികൾ പ്രയാസപ്പെട്ടു. പക്ഷേ മുല്ല തൻ്റെ പീഠത്തിൽ നിന്നും എഴുന്നേറ്റ് മലയുടെ നേരെ നടന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ വളരെ വിനയാന്വിതനായ ഒരു മനുഷ്യനാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന വിശ്വാസം അത് പ്രാക്ടിക്കൽ കൂടിയാണ്. ഹോജ വിളിച്ചിട്ട് മല ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ ഹോജ മലയുടെ അങ്ങോട്ടേക്ക് പോകും. രണ്ടായാലും മലയും ഹോജയും അടുത്തെത്തലാണല്ലോ ഉദ്ദേശം. ഇത് കേട്ട് ആളുകൾ ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്തു. വിശ്വാസം എപ്പോഴും പ്രാക്ടിക്കലാകണം. അപ്പോഴേ അന്ധവിശ്വാസങ്ങളെ തുടച്ചു നീക്കാൻ സാധിക്കുകയുള്ളൂ. വിശ്വാസം മനുഷ്യനെ നന്മയുള്ളവനാക്കുമ്പോൾ അന്ധവിശ്വാസം മനുഷ്യനെ ക്രൂരനാക്കുന്നു. വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക, അവിടെയാണ് വിജയമുള്ളത്.